ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ജനുവരി 23, 24 തീയതികളിലെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ ലയിപ്പിച്ച് നിലവിൽ വരുന്ന പുതിയ വിഭാഗം ഏതാണ്? സെക്കൻഡറി വിഭാഗം. വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ ലയിപ്പിച്ച് നിലവിൽ വരുന്ന പുതിയ വിഭാഗമാണ് സെക്കൻഡറി വിഭാഗം. വിദ്യാഭ്യാസ പരിഷ്കരണത്തിനായുള്ള ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് ഈ പരിഷ്കരണം നിലവിൽ വന്നത്. 8 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ ഇനി മുതൽ സെക്കൻഡറി വിഭാഗത്തിലായിരിക്കും. കുടുംബശ്രീ സംഘടിപ്പിച്ച ബഡ്സ് സംസ്ഥാന കലോത്സവത്തിൽ വിജയിച്ച ജില്ല ഏതാണ്? വയനാട്. വയനാട് ജില്ലയാണ് കുടുംബശ്രീ സംഘടിപ്പിച്ച ബഡ്സ് സംസ്ഥാന കലോത്സവത്തിൽ വിജയിച്ച ജില്ല. തൃശൂർ, എറണാകുളം ജില്ലകളാണ് 2, 3 സ്ഥാനങ്ങളിൽ. കണ്ണൂർ ജില്ലയിലെ ധർമ്മടത്ത് വച്ചാണ് ബഡ്സ് സംസ്ഥാന കലോത്സവം നടന്നത്. മുംബൈയിൽ വെച്ച് നടന്ന 2024 മുംബൈ മാരത്തണിൽ ഇന്ത്യൻ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ വയനാട് സ്വദേശി ആരാണ്? ഗോപി തോന്നയ്ക്കൽ. മലയാളിയായ ഗോപി തോന്നയ്ക്കലാണ് മുംബൈയിൽ വെച്ച് നടന്ന 2024 മുംബൈ മാരത്തണിൽ ഇന്ത്യൻ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ വയനാട് സ്വദേശി. 2017, 2019, 2023 വർഷങ്ങളിൽ ഗോപി തോന്നയ്ക്കലിനായിരുന്നു 1ാം സ്ഥാനം ലഭിച്ചിരുന്നത്. 2024 ഗോപി തോന്നയ്ക്കലിന് 2ാം സ്ഥാനമാണ് ലഭിച്ചത്. ഇത്തവണ ശ്രീനു ബുഗാദയാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഷേർസിംഗ് തൻവാർ 3ാം സ്ഥാനവും നേടി. വനിതാ വിഭാഗത്തിൽ നിർമ്മ ബെൻ താക്കോർ, രേഷ്മ കെവാട്ട എന്നിവർ 1, 2 സ്ഥാനം നേടി. ഏത് പ്രശസ്ത വ്യക്തിയുടെ 100ാമത് ചരമവാർഷികമാണ് 2024 ജനുവരി 22 ആചരിച്ചത്? സദാനന്ദ സ്വാമി. സദാനന്ദ സ്വാമിയുടെ 100ാമത് ചരമവാർഷികമാണ് 2024 ജനുവരി 22 ആചരിച്ചത്. അടിയാളരുടെ വേദഗുരു എന്നാണ് സദാനന്ദ സ്വാമി അറിയപ്പെട്ടിരുന്നത്. സദാനന്ദ സ്വാമിയുടെ യഥാർത്ഥ പേര് രാമനാഥ മേനോൻ എന്നാണ്. ദളിതരെ വേദം പഠിപ്പിച്ച് വേദവിപ്ലവത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു സദാനന്ദ സ്വാമി. 1900 ബ്രഹ്മനിഷ്ഠാ മഠം സ്ഥാപിച്ചു. 1906 മഹാകാളഹസ്തീശ്വരാലയം സ്ഥാപിച്ചു. കൊട്ടാരക്കരയിൽ അവധൂതാശ്രമത്തിന് രൂപം നൽകിയതും സദാനന്ദ സ്വാമികളായിരുന്നു. 1924 ജനുവരി 22 സദാനന്ദ സ്വാമി അന്തരിച്ചത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി ആരാണ്? ഷെയ്ഖ് ഹസൻ ഖാൻ. മലയാളിയായ ഷെയ്ഖ് ഹസൻ ഖാനാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയത്. കേന്ദ്ര ആയുഷ് വിഭാഗം ആയുർവേദ ഗുരുവായി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ ഇടൂഴി ഭാവദാസൻ നമ്പൂതിരി. ഡോക്ടർ ഇടൂഴി ഭാവദാസൻ നമ്പൂതിരിയെയാണ് കേന്ദ്ര ആയുഷ് വിഭാഗം ആയുർവേദ ഗുരുവായി തിരഞ്ഞെടുത്തത്. അയോധ്യയിൽ ബാബറി മസ്ജിദിന് പകരമായി നിർമ്മിക്കുന്ന മുസ്ലിം പള്ളിയുടെ പേരെന്താണ്? മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ള.
അയോധ്യയിൽ ബാബറി മസ്ജിദിന് പകരമായി നിർമ്മിക്കുന്ന മുസ്ലിം പള്ളിയുടെ പേരാണ് മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ള. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നത് ഏത് ദിവസമാണ്? 2024 ജനുവരി 22. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നത് 2024 ജനുവരി 22. സരയൂ നദീതീരത്താണ് ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജനുവരി 21 ഏത് രാജ്യത്താണ് ആദ്യ ശ്രീരാമക്ഷേത്രം തുറന്നത്? മെക്സിക്കോ. മെക്സിക്കോ രാജ്യത്താണ് 2024 ജനുവരി 21 ആദ്യ ശ്രീരാമക്ഷേത്രം തുറന്നത്. മെക്സിക്കോയിലെ കിററ്റൈ റോയിലാണ് ഈ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദേശീയ സ്കൂൾ ബാൻഡ് മത്സരത്തിൽ പെൺകുട്ടികളുടെ ബ്രാസ് ബാൻഡ് വിഭാഗത്തിൽ വിജയിച്ച കേരളത്തിലെ സ്കൂൾ ഏതാണ്? കണ്ണൂർ സെയിന്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ദേശീയ സ്കൂൾ ബാൻഡ് മത്സരത്തിൽ പെൺകുട്ടികളുടെ ബ്രാസ് ബാൻഡ് വിഭാഗത്തിൽ വിജയിച്ച കേരളത്തിലെ സ്കൂളാണ് കണ്ണൂർ സെയിന്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ നിരീക്ഷണ സംവിധാനത്തിന്റെ പേരെന്താണ്? സ്മാർട്ട് ഐ. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ നിരീക്ഷണ സംവിധാനത്തിന്റെ പേരാണ് സ്മാർട്ട് ഐ. ഈ നിരീക്ഷണ സംവിധാനം പദ്ധതി സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാൻ അനുമതി ലഭിച്ച മൂന്നാമത്തെ സ്ഥാപനം ഏതാണ്? സ്റ്റാർലിങ്ക്. ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാൻ അനുമതി ലഭിച്ച മൂന്നാമത്തെ സ്ഥാപനമാണ് സ്റ്റാർലിങ്ക്. ഭാരതി ഗ്രൂപ്പിന്റെ വൺ വെബ് ഇന്ത്യ, റിലയൻസിന്റെ ജിയോ സാറ്റലൈറ്റ് എന്നിവയാണ് ഈ അനുമതി ലഭിച്ച മറ്റു 2 കമ്പനികൾ. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് സ്റ്റാർലിങ്ക്. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സൈബർ സെക്യൂരിറ്റി സമിതിയുടെ ചെയർമാനായി നിയമിതനായ മലയാളി ആരാണ്? സുഹൈർ എളമ്പിലാശ്ശേരി. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സൈബർ സെക്യൂരിറ്റി സമിതിയുടെ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് സുഹൈർ എളമ്പിലാശ്ശേരി. സ്വന്തം തലച്ചോറിലെ മുഴ മാറ്റാനായി ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഗിറ്റാർ വായിച്ച ലോകപ്രശസ്ത ഗിറ്റാറിസ്റ്റ് ആരാണ്? ക്രിസ്റ്റ്യൻ നോളൻ. ലോകപ്രശസ്ത ഗിറ്റാറിസ്റ്റായ ക്രിസ്റ്റ്യൻ നോളനാണ് സ്വന്തം തലച്ചോറിലെ മുഴ മാറ്റാനായി ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഗിറ്റാർ വായിച്ച പ്രശസ്ത ഗിറ്റാറിസ്റ്റ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2023 T20 ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ആരാണ്? സൂര്യകുമാർ യാദവ്. ഇന്ത്യൻ താരമായ സൂര്യകുമാർ യാദവിനെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2023 T20 ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത്. ആശുസി ജയ്സ്വാൾ, രവി ബിഷ്ണോയ്, അർഷ്ദീപ് സിംഗ് എന്നിവരാണ് ഈ ടീമിൽ ഇടം നേടിയ മറ്റ് ഇന്ത്യൻ താരങ്ങൾ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2023 ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം ആരാണ്? രോഹിത് ശർമ്മ. ഇന്ത്യൻ താരമായ രോഹിത് ശർമ്മയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ
2023 ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത്. 2020 ടീമിൻ്റെ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിനെയും ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി രോഹിത് ശർമ്മയെയുമാണ് തിരഞ്ഞെടുത്തത്. ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസിനെയാണ്. ഒരു കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി സൂര്യോദയ യോജന. 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ചൊവ്വയിലെ ജലസാന്നിധ്യം പഠിക്കാനായി നാസ അയക്കുന്ന വിമാനത്തിന് നൽകിയ പേരെന്താണ്? മാഗി. മാഗി എന്നു പേരുള്ള വിമാനമാണ് ചൊവ്വയിലെ ജലസാന്നിധ്യം പഠിക്കാനായി നാസ അയക്കുന്ന വിമാനം. മാർസ് ഏരിയൽ ആൻഡ് ഗ്രൗണ്ട് ഗ്ലോബൽ ഇൻ്റലിജൻ്റ് എക്സ്പ്ലോറർ എന്നതാണ് മാഗിയുടെ പൂർണ്ണ രൂപം. പെർസിവിയറൻസ് എന്ന റോവറിനെയും ഇൻജന്യൂയിറ്റി എന്ന കുഞ്ഞൻ ഹെലികോപ്റ്ററിനെയും ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായി നാസ അയച്ചിരുന്നു. (2022-23) വർഷത്തിൽ 1.8 കോടി രൂപയുടെ പ്രവർത്തന ലാഭം നേടിയ കേരളത്തിലെ ജലഗതാഗത രംഗത്തെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. കേരളത്തിലെ ജലഗതാഗത രംഗത്തെ പൊതുമേഖലാ സ്ഥാപനമായ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനാണ് 2022-23 വർഷത്തിൽ 1.8 കോടി രൂപയുടെ പ്രവർത്തന ലാഭം നേടിയത്. 2021-22 വർഷത്തെ 5.6 കോടി രൂപയുടെ നഷ്ടത്തിൽ നിന്നാണ് 2022-23 കോർപ്പറേഷൻ ലാഭത്തിലേക്ക് എത്തിയത്. 2024 ജനുവരി 27 കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന മെഗാ കളരിപ്പയറ്റ് പ്രദർശനത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? തട്ടകം. 2024 ജനുവരി 27 കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന മെഗാ കളരിപ്പയറ്റ് പ്രദർശനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് തട്ടകം. 2024 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച മുൻ ബീഹാർ മുഖ്യമന്ത്രി ആരാണ്? കർപ്പൂരി ഠാക്കൂർ. മുൻ ബീഹാർ മുഖ്യമന്ത്രിയായ കർപ്പൂരി ഠാക്കൂറിനാണ് 2024 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചത്. 2024 ജനുവരി 24 ഇദ്ദേഹത്തിൻ്റെ 100ാമത് ജന്മവാർഷികമാണ്. ലോകത്ത് ഏറ്റവും കുറവ് വൈദ്യുതി മുടങ്ങുന്ന സ്ഥലം എന്ന ബഹുമതി കരസ്ഥമാക്കിയ പ്രദേശം ഏതാണ്? ദുബായ്. ദുബായ് ആണ് ലോകത്ത് ഏറ്റവും കുറവ് വൈദ്യുതി മുടങ്ങുന്ന സ്ഥലം എന്ന ബഹുമതി കരസ്ഥമാക്കിയ പ്രദേശം. 2023 ദുബായിൽ 1.06 മിനിറ്റ് മാത്രമാണ് വൈദ്യുതി മുടങ്ങിയത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച രാം ലല്ല വിഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ബാലക് റാം. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച രാം ലല്ല വിഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ബാലക് റാം. ശ്രീരാമന്റെ 5 വയസ്സ് പ്രായമുള്ള വിഗ്രഹമാണ് ബാലക് റാം. ചെർക്കളം അബ്ദുള്ള ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? ടി പത്മനാഭൻ. പ്രശസ്ത മലയാളം സാഹിത്യകാരനായ ടി പത്മനാഭനാണ് ചെർക്കളം അബ്ദുള്ള ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത്.
2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇറ്റാലിയൻ ഫുട്ബോൾ താരം ആരാണ്? ലൂയിജി ഗിഗി റിവ. പ്രശസ്ത ഇറ്റാലിയൻ ഫുട്ബോൾ താരമായ ലൂയിജി ഗിഗി റിവയാണ് 2024 ജനുവരിയിൽ അന്തരിച്ചത്. വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും വിൽപ്പന നടത്താനായി കുടുംബശ്രീ ആരംഭിക്കുന്ന ഔട്ട്ലെറ്റുകളുടെ പേരെന്താണ്? നേച്ചേഴ്സ് ഫ്രഷ്. വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും വിൽപ്പന നടത്താനായി കുടുംബശ്രീ ആരംഭിക്കുന്ന ഔട്ട്ലെറ്റിന്റെ ബ്രാൻഡ് നെയിമാണ് നേച്ചേഴ്സ് ഫ്രഷ്. 2024 ഫെബ്രുവരി 8 മാലദ്വീപിലെത്തുന്ന ചൈനീസ് ചാരക്കപ്പൽ ഏതാണ്? സിയാങ് യാങ് ഹോങ് 03. 2024 ഫെബ്രുവരി 8 മാലദ്വീപിലെത്തുന്ന ചൈനീസ് ചാരക്കപ്പലാണ് സിയാങ് യാങ് ഹോങ് 03. ഇന്ത്യയിലെത്തിയ ബോയിങ്ങിന്റെ ലോകത്തിലെ ഏറ്റവും നീളമേറിയ യാത്രാ വിമാനത്തിന്റെ പേരെന്താണ്? ബോയിങ് 777-9. ഇന്ത്യയിലെത്തിയ ബോയിങ്ങിന്റെ ലോകത്തിലെ ഏറ്റവും നീളമേറിയ യാത്രാ വിമാനത്തിന്റെ പേരാണ് ബോയിങ് 777-9. ഹൈദരാബാദിൽ നടന്ന ഏവിയേഷൻ മേളയായ വിങ്സ് ഇന്ത്യ 2024 പങ്കെടുക്കാനാണ് ഈ വിമാനം ഇന്ത്യയിൽ എത്തിയത്. 2024 ജനുവരിയിൽ ലോക ടെന്നീസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരൻ ആരാണ്? രോഹൻ ബൊപ്പണ്ണ. ഇന്ത്യക്കാരനായ രോഹൻ ബൊപ്പണ്ണയാണ് 2024 ജനുവരിയിൽ ലോക ടെന്നീസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ വ്യക്തി. ടെന്നീസിലെ ഏറ്റവും പ്രായമേറിയ 1-ാം റാങ്കുകാരനാണ് 43-കാരനായ രോഹൻ ബൊപ്പണ്ണ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.